ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ അഡീനിയം ചെടികൾ തൈകൾ നമ്മൾ കുറച്ച് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും അതേപോലെ അഡീനിയം ചെടികൾ നമുക്ക് എങ്ങനെ കെയർ ചെയ്യാമെന്നുള്ളതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഡീനിയം ചെടികളൊക്കെ നമ്മൾ അത്യാവശ്യം വെയിലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാവുന്ന സമയമാണ്. അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ അഡീനിയം ചെടികളിലൊക്കെ പൂക്കളുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വെയിലത്തേക്ക് വയ്ക്കാനുള്ള ശ്രമിക്കുക. അതുകൂടാതെ നമ്മൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് അതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക. അധികം മഴ കൊണ്ടാൽ ചെടി അതിൻ്റെ കാരറ്റ്സൊക്കെ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ അഡീനിയം ചെടികൾ 2 വെറൈറ്റികളുണ്ട്. നമ്മൾ ഡബിൾ പെറ്റൽസും അതേപോലെ സിംഗിൾ പെറ്റൽസും ഒക്കെ ആയിട്ടുള്ള വെറൈറ്റികളാണ്. അപ്പോൾ ഡബിൾ പെറ്റൽസിലൊക്കെ നമുക്ക് ഇതേപോലെ മുട്ടുകളായി വരുന്നുണ്ട്. വിയറായിട്ടുള്ള ചെറിയ മുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെടികൾക്ക് നമുക്ക് വളപ്രയോഗം ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ ചെറിയ തൈകൾ നമ്മൾ വിത്തുകളിട്ട് മുളപ്പിച്ച കുറച്ച് തൈകളുണ്ട്, അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെടികൾക്കുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതേപോലെ ഒരു പോട്ടി മിക്സാണ് നമ്മൾ ഈ ചെടി നടാൻ വേണ്ടി എടുക്കുന്നത്. ഇതിൽ നമ്മൾ കോക്കോപ്പിറ്റ്, കുറച്ച് മണൽ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. അപ്പോൾ ചെറിയ തൈകൾ നമ്മൾ മുളച്ച് വന്ന തൈകൾ ഇതേപോലെ പറിച്ചെടുത്ത് അത് നമ്മൾ ഓരോ പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഓരോ പോട്ടിൽ ഓരോന്നായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വളർത്തിയെടുത്ത ചെടികളാണ് കാണുന്നത്. ഏകദേശം ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചെടികൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും. അതിനുശേഷം കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെടികളാണ്. വിത്തുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിലും ഈ രീതിയിൽ തന്നെ നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലത്തെ ചെറിയ ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ചെറിയൊരു പോട്ടിലോ ഒക്കെ നമുക്ക് ഇതേപോലെ വിത്തുകൾ പാകി വയ്ക്കാം. പാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ സെയിം പോട്ടി മിക്സ് തന്നെയാണ്. കുറച്ച് കോക്കോപ്പിറ്റ്, മണൽ, ഈ ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ ഈ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. വിത്തുകൾ പാകി നമുക്ക് ഏകദേശം 2-3 ആഴ്ച ആകുമ്പോൾ തന്നെ നമുക്ക് മുളച്ച് ഒരു സ്റ്റേജിലായി കിട്ടും. ഇത് ഏകദേശം 1.5 മാസത്തോളം ആയിട്ടുള്ള ഒരു ചെടികളാണ്. നമ്മൾ വിത്ത് പാകി 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു രീതിയിലേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓരോ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ വിത്ത് പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നടാൻ വേണ്ടി പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ അടിവശത്ത് നല്ല ഹോളുകളുള്ള പോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോട്ടി മിക്സ് ഈ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ മുളപ്പിച്ചെടുത്ത തൈകൾ ഇതേപോലെ പറിച്ചെടുത്തിട്ട് ഓരോ തൈകൾ ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൈകൾ നടുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ എടുത്ത മണ്ണിൽ ഒരു ഹോളിട്ട് അതിലേക്ക് സാവധാനം നിറക്കി വയ്ക്കുക. നമ്മുടെ അടീനത്തിന് ക്യാരറ്റ്സൊക്കെ ഉണ്ടാകാനുള്ള സമയമാവുന്നതേ ഉള്ളൂ. അപ്പം ഈ രീതിയിൽ സാവധാനം ഒന്ന് നമ്മൾ നട്ടു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഷെയ്ഡിലേക്ക് തന്നെയാണ് തൈകൾ വെച്ച് കൊടുക്കേണ്ടത്. തൈകൾ ഷെയ്ഡിൽ വെച്ച് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. കാരണം ചെറിയ തൈകളാണ്, നമ്മൾ അധികം വെയിലത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അഡീനിയം ചെടികൾ നമ്മൾ തൈകൾ വളർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.